സുഹൃത്തുക്കളെ, PM-ശ്രീ പദ്ധതി ഇത്ര തിടുക്കത്തിൽ പിണറായി വിജയൻ ഒപ്പുവെച്ചത് എന്തിനാണ് എന്നുള്ളത് വ്യാപകമായിട്ടുള്ള ചർച്ചയാണ്. പിന്നെ നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെ ബിനോയ് നടത്തിയ പത്രസമ്മേളനത്തിലും സംതിങ് റോങ് എന്ന് പറഞ്ഞു. ഒരു ഗൂഢാലോചന അദ്ദേഹം ആരോപിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം ഇതിനകത്തൊരു അൺഡ്യൂ ഹേസ്റ്റ് ഉണ്ടായി എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇത്ര തിടുക്കത്തിൽ ഈ PM-ശ്രീ പദ്ധതിയിൽ പിണറായി വിജയൻ ഒപ്പിട്ടത് എന്തിന് എന്ന ചോദ്യത്തിനുള്ള ഖണ്ഡിതമായിട്ടുള്ള ഒരു മറുപടി എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ഒക്ടോബർ 10 പിണറായി വിജയൻ ഡൽഹിയിൽ പോയി നരേന്ദ്രമോദിയെ കണ്ടു, അമിത്ഷയെ കണ്ടു. അതിനെ തുടർന്നാണ് ഈ PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കാനുള്ള നടപടിക്രമങ്ങൾക്ക് വേഗത കൂടുന്നത്. 16-ാം തീയതി ആയപ്പോൾ അതിന്റെ എന്തോ MOU തയ്യാറായി. 21-നോ 22-നോ ക്യാബിനറ്റിൽ CPM മന്ത്രിമാർ സംശയം പ്രകടിപ്പിച്ചെങ്കിലും നിശബ്ദനായിരുന്നു പിണറായി വിജയനും ശിവൻകുട്ടിയും ഒക്കെ. എന്നിട്ട് ആരോരും അറിയാതെ ഡൽഹിയിൽ ചെന്ന് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞപ്പോഴാണ് ജനങ്ങളും CPI-ക്കാരും ഘടകകക്ഷികളും എല്ലാവരും ഇതറിയുന്നത്. ഈ PM-ശ്രീ പദ്ധതി എന്ന് പറയുന്നത് BJP-യുടെ വിദ്യാഭ്യാസ മേഖലയിലെ വർഗീയവൽക്കരണ ശ്രമങ്ങൾ, വാണിജ്യവൽക്കരണ ശ്രമങ്ങൾ, കേന്ദ്രീകൃതമായിട്ട് ഇരിക്കാനുള്ള ശ്രമങ്ങൾ ഇതൊക്കെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മറവിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് PM-ശ്രീ പദ്ധതി. ആ PM-ശ്രീ പദ്ധതിക്കെതിരെ പിണറായി വിജയൻ നിലപാടെടുത്തിട്ടുള്ളതാണ്. PM-ശ്രീ പദ്ധതിക്കെതിരെ CPM നിലപാടെടുത്തിട്ടുള്ളതാണ്. PM-ശ്രീ പദ്ധതിക്കെതിരെ CPI-ക്ക് നിലപാടുള്ളതാണ്. PM-ശ്രീ പദ്ധതിക്കെതിരെയും ദേശീയ വിദ്യാഭ്യാസ നയത്തിനുമെതിരെയൊക്കെയുള്ള ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ ഈ കഴിഞ്ഞ മധുര പാർട്ടി കോൺഗ്രസിൽ പോലും CPM-ഉം പിണറായി വിജയനും ഒക്കെ ഉന്നയിച്ചിട്ടുള്ളതാണ്. SFI-യുടെ അഖിലേന്ത്യാ സമ്മേളനത്തിലും പിണറായി വിജയൻ ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ആഞ്ഞടിച്ചിട്ടുള്ളതാണ്. സ്വാഭാവികമായും അങ്ങനെ ഇരിക്കെ ആ നയം തലകീഴ്മേലായി മറിക്കുന്ന BJP-യുടെ ഇംഗിതങ്ങൾക്ക്, BJP-യുടെ വർഗീയവൽക്കരണ നീക്കങ്ങൾക്ക് ഓശാന പാടുന്ന ഒരു പദ്ധതിയിൽ എന്തുകൊണ്ട് പിണറായി വിജയൻ ഒപ്പിട്ടു എന്നതിന്റെ വ്യക്തമായിട്ടുള്ള തെളിവ് ഒക്ടോബർ 28-ാം തീയതി ഡൽഹി ഹൈക്കോടതിയിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ തീരുമാനം നമ്മൾ കൃത്യമായി പരിശോധിച്ചാൽ എന്തിനാണ് പിണറായി വിജയൻ തിടുക്കത്തിൽ പോയി PM-ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആമുഖമായി പറഞ്ഞാൽ സംഭവിത്രേ ഉള്ളൂ, വളരെ ലളിതമാണ്. തൻ്റെ മകൾക്ക് വേണ്ടി, എല്ലാം മകളെ നിനക്ക് വേണ്ടി എന്ന് പറയുന്ന ഒരു പിതാവിനെ പോലുള്ളൊരു പിതാവാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ ഇന്നലെ വരെയുള്ള പിണറായി വിജയന്റെ പാർട്ടിയുടെയും സർക്കാരിന്റെയും നയങ്ങളെല്ലാം തലകീഴ്മേലായി മറിച്ചുകൊണ്ട് പിണറായി വിജയൻ പോയി ഈ പദ്ധതിയിൽ ഒപ്പിട്ടെങ്കിൽ അത് മകൾ വീണ വിജയനെ രക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നീക്കമായിരുന്നുവെന്ന് ഒക്ടോബർ 28-ന് ഡൽഹി ഹൈക്കോടതിയിൽ ഉണ്ടായ ഒരു തീരുമാനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകും. സുഹൃത്തെ, ഞാൻ ആ തീരുമാനത്തിലേക്ക് വരുന്നതിന് മുമ്പ് അതിന്റെ ചില പശ്ചാത്തലങ്ങൾ എന്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും എന്നിരിക്കുന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2023 ജൂണിലോ ജൂലൈയിലോ മറ്റോ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു ഉത്തരവ് പുറത്തു വന്നു. ആ ഉത്തരവിലാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനും വീണ വിജയന്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിനും 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ CMRL എന്ന് പറഞ്ഞ കരിമണൽ കർത്താവിന്റെ കമ്പനി ഏതാണ്ട് 1,72,00,000 രൂപ വീണ വിജയന്റെ കമ്പനിക്കും വീണ വിജയനും കൂടിയായി അനധികൃതമായി കൊടുത്തു എന്നുള്ള വിവരം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ 2023 ജൂണിലോ ജൂലൈയിലോ മറ്റോ പുറത്തു വന്ന ഉത്തരവിലൂടെയാണ് ആദ്യം പുറത്തു വരുന്നത്. സുഹൃത്തുക്കളെ, അതിനുശേഷം ഏതാണ്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കാൻ തീരുമാനിച്ചു. ഉടനെ തന്നെ പിണറായി വിജയന്റെ മകൾ കേരള ഹൈക്കോടതിയിൽ അന്വേഷണം റദ്ദാക്കണം എന്ന് പറഞ്ഞു ചെന്നു. അത് കേരള ഹൈക്കോടതി ആ തീരുമാനം തള്ളിക്കളഞ്ഞു. അതിനെ തുടർന്ന് അവര് കർണാടക ഹൈക്കോടതിയിൽ ഇത് റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഹർജി ഫയൽ ചെയ്തു. ആ ഹർജിയും കർണാടക ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് തള്ളിക്കളഞ്ഞു. അതിനെതിരെ അവിടെ അപ്പീൽ കൊടുത്തെങ്കിലും അത് പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയില്ല. മറിച്ച് ഡൽഹി ഹൈക്കോടതിയിൽ CMRL എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്പനി, അവരാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ മൊത്തം പ്രതി,
അതായത് അവർ ചെലവഴിച്ച 135 കോടി രൂപ സെറ്റിൽ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിലാണ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ആ വിധിന്യായം വന്നിട്ടുള്ളത്. ആ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന CMRL എന്ന് പറഞ്ഞ കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ SFIO അന്വേഷണം റദ്ദാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹർജി ഫയൽ ചെയ്തു. അത് പ്രതി കമ്പനിയാണെന്നാണ്. പക്ഷെ അവരുടെ വക്കീലന്മാരാരെന്നറിയാമോ? ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള കപിൽ സിബലും ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭന്മാരായിട്ടുള്ള അഭിഭാഷകരിൽ ഒരാളായിട്ടുള്ള സിദ്ധാർത്ഥ ലുത്രയും അവരായിരുന്നു CMRLന്റെ ഡൽഹി ഹൈക്കോടതിയിലെ അഭിഭാഷകർ. ആ ഡൽഹി ഹൈക്കോടതിയിൽ SFIO അന്വേഷണം റദ്ദാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേസ് എത്രയോ മാസങ്ങൾക്കിടയിൽ 24 തവണയാണ് ആ കേസ് മാറ്റിവെച്ചത്. കാരണം അതിന്റെ ഇടയിൽ മാറ്റിവെച്ചെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ SFIO ഇതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കുകയും ഈ വിഷയത്തിൽ SFIO തിരുവനന്തപുരത്തെ എറണാകുളത്തെ കീഴ്ക്കോടതിയിൽ എക്കണോമിക് ഒഫൻസസ് ഒക്കെ അന്വേഷിക്കുന്ന PMLA കേസുകളൊക്കെ അന്വേഷിക്കുന്ന ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ കൊണ്ടുവന്ന് കുറ്റപത്രം കൊടുക്കുകയും ചെയ്തു. ഇതിനിടയിൽ ആ കുറ്റപത്ര പ്രകാരം പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ 9ാം പ്രതിയാണ് ആ കേസിൽ. അപ്പൊ സ്വാഭാവികമായി അതിന്റെ തുടർ നടപടികൾ മുന്നോട്ട് പോയ പിണറായി വിജയന്റെ മകൾക്ക് സമൻസ് വരും. അപ്പൊ അത് തടയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് CMRL എന്ന് പറഞ്ഞ കമ്പനി ഡൽഹി ഹൈക്കോടതിയിൽ ഈ അന്വേഷണം SFIO അന്വേഷണം റദ്ദാക്കണം എന്ന് പറഞ്ഞിട്ട് മാസങ്ങൾക്ക് മുമ്പ് കൊണ്ടുവന്ന് ഒരു ഹർജി ഫയൽ ചെയ്തു. ആ കേസ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ അന്വേഷണം തുടരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് CMRL കേരള ഹൈക്കോടതിയിലും ഒരു കേസ് ഫയൽ ചെയ്തു. ആ കേസും ഇങ്ങനെ നീണ്ടു കേരള ഹൈക്കോടതിയിൽ 3 ജഡ്ജിമാരുടെ ബെഞ്ച് മാറി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ഡൽഹി ഹൈക്കോടതിയിൽ CMRL SFIO അന്വേഷണം റദ്ദാക്കണം എന്ന് പറഞ്ഞു കൊടുത്ത കേസ് നീണ്ടുപോയി. 24 തവണ ആലോചിക്കണം. 6 അല്ല 12 അല്ല 24 തവണ ഡൽഹി ഹൈക്കോടതി ഈ കേസ് പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ മാറ്റിവെച്ചു. അവസാനം SFIOയും കേന്ദ്ര ഗവൺമെന്റും ഡൽഹി ഹൈക്കോടതിയോട് പറഞ്ഞു, ഇതെന്താണ് ബഹുമാനപ്പെട്ട കോടതി നടക്കുന്നത്? ഇതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ്, അന്വേഷണം മരവിപ്പിക്കണമെന്നുള്ള ആവശ്യം കോടതിയിൽ ഉന്നയിച്ചു. കാരണം CMRL പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കമ്പനിയാണ്. അവര് അന്വേഷണം മരവിപ്പിക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. ഇതെന്താണിത്? അവര് പ്രതികളല്ലേ, ഇതിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാമോ കോടതി എന്ന് SFIOയും കേന്ദ്ര സർക്കാരും ഡൽഹി ഹൈക്കോടതിയോട് ചോദിച്ചതിനെ തുടർന്ന് ഡൽഹി ഹൈക്കോടതി ഒക്ടോബർ 28-നും 29-നും ആ കേസിന്റെ അന്തിമവാദം പോസ്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. 28-നും 29-നും. ഇന്ന് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ 29. ആ 28-നും 29-നും ആ കേസിൽ വാദം നടന്നിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? മിക്കവാറും 99% CMRLന്റെ ആവശ്യം തള്ളിക്കളഞ്ഞുകൊണ്ട് SFIO അന്വേഷണം തുടരാം എന്ന് ഡൽഹി ഹൈക്കോടതി തീരുമാനിക്കുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ നടപടി എന്താ? പിണറായി വിജയന്റെ മകൾ വീണ വിജയന് സമൻസ് പോകും. പിണറായി വിജയന്റെ മകൾ പിന്നെ കോടതിയിൽ ഹാജരാവേണ്ടി വരും. അത് അച്ഛനായ പിണറായി വിജയന് വലിയ നാണക്കേടാവും. അപ്പൊ അതുകൊണ്ട് പിണറായി വിജയന്റെ ആ പിതാവിന്റെ മനസ്സുണ്ടല്ലോ, മകൾക്ക് വേണ്ടി വിങ്ങുന്ന പിതാവിന്റെ മനസ്സ് ഇങ്ങനെ വിങ്ങി. ഒക്ടോബർ തുടങ്ങിയപ്പോൾ തന്നെ പിണറായി വിജയന് ആശങ്ക വർദ്ധിച്ചു. കാരണം 28-29 തീയതികളിൽ ഇതിന്റെ അന്തിമവാദമാണ്. അതെങ്ങനെയും തടയണം. അതിനെക്കുറിച്ച് കൂലങ്കഷമായി ചിന്തിച്ചപ്പോഴാണ് ഡൽഹിയിൽ ചെന്ന് മോഡിയെയും അമിത്ഷായെയും കാണുമ്പോൾ താന്റെ ഈ PM ശ്രീയിൽ ഒപ്പിട്ട് തരാം, BJPയുടെ വർഗീയവൽക്കരണ നയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ നടത്തുന്ന ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് തരാം, ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിൽ ഒപ്പിട്ട് തരാം, മകളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്ന് പറഞ്ഞ് അച്ഛനായിട്ടുള്ള പിണറായി വിജയൻ ഡൽഹിയിലേക്ക് ഒക്ടോബർ 10-ന് പാഞ്ഞു പോയത്. എയർ ഡാഷ്ഡ് എന്നൊക്കെ പറയുന്നത് പോലെ പാഞ്ഞുപോയി. അവിടെ ചെന്ന് ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടു, കാര്യങ്ങൾ ബോധിപ്പിച്ചു. രണ്ടാമനായിട്ടുള്ള അമിത്ഷായെ കണ്ടു, കാര്യങ്ങൾ ബോധിപ്പിച്ചു. അവരാ കാര്യം അംഗീകരിച്ചു. അംഗീകരിച്ചതിനെ തുടർന്നിട്ടാണ് പിന്നീട് ഇവിടെ ആരും അറിയാതെ CPIയും ആരും ഒരു ഘടകകക്ഷിയും ജനങ്ങൾ ആരും അറിയാതെ PM ശ്രീയിൽ ഈ അച്ഛൻ, ഈ മകളുടെ അച്ഛൻ, ഈ വീണയുടെ അച്ഛൻ പിണറായി വിജയൻ പോയി തൊഴുകൈകളോടെ നിന്ന് ഒപ്പിട്ട് കൊടുത്തത്. അത് മകളെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. മകൾക്ക് വേണ്ടി അച്ഛൻ ചെയ്ത ഒരു ത്യാഗമായിരുന്നു. പാർട്ടിയെയും എല്ലാവരെയും ഗവൺമെന്റിനെയും ഒക്കെ തന്നെ കുഴിയിൽ ചാടിച്ചുകൊണ്ട് BJPയുടെ വർഗീയ നയങ്ങൾ നടപ്പിലാക്കിയാലും മകളെ രക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം മാത്രമേ
പിതാവിനുണ്ടായിരുന്നുള്ളൂ. അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അച്ഛൻ അവിടെ ചെന്ന് ഇത് ഒപ്പിട്ട് കൊടുത്തത്. ഇത് ഒപ്പിട്ട് കൊടുത്തപ്പോൾ മകളെ രക്ഷിക്കണമെന്നുള്ളതായിരുന്നു ആവശ്യമാണ് മോദിയുടെയും അമിത്ഷായുടെയും മുന്നിൽ വെച്ച് അവരേറ്റു എന്ന് മാത്രമല്ല, അവർ അത് ഡൽഹി ഹൈക്കോടതിയിൽ ഈ കേസ് വാദത്തിന് വന്നപ്പോൾ ഒക്ടോബർ 28 അത് നടപ്പിലാക്കി കൊടുക്കുകയും ചെയ്തു അച്ഛന്, പിണറായി വിജയന്. അച്ഛന് സമാധാനമായി. എങ്ങനെയാ നടപ്പിലാക്കി കൊടുത്തെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞല്ലോ, 24 പ്രാവശ്യം കേസ് മാറ്റിവെച്ചു. അതിനെ തുടർന്ന് അന്തിമ വാദത്തിന് വെച്ചിരിക്കുകയായിരുന്നു 28, 29 തീയതികളിൽ. 28 കേസ് പരിഗണനയ്ക്ക് എടുത്തു. കേസ് വിളിച്ചപ്പോൾ CMRLന്റെ പ്രമുഖരായിട്ടുള്ള 2 അഭിഭാഷകരും കോടതിയിൽ ഹാജരായിരുന്നു, കപിൽ സിബലും സിദ്ധാർത്ഥ ലുത്രയും. കാരണം അവർ വരുമ്പോൾ അവർക്ക് ഒരു 15 ലക്ഷവും അവർക്കൊരു 10 ലക്ഷവും CMRL കൊടുക്കും. കാരണം ഒരു തവണ അപ്പിയർ ചെയ്യുന്നതിന് കപിൽ സിബലിന് 15 ലക്ഷം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കൂടിയിട്ടുണ്ടെന്ന് കേൾക്കുന്നു. ഒരു 5 ലക്ഷം രൂപ സിദ്ധാർത്ഥ ലുത്രയ്ക്കും കാണും. അതുകൊണ്ട് അവർ കൃത്യമായിട്ട് അവിടെ ഹാജരായിരുന്നു. പക്ഷേ എന്താണ് ഈ അന്തിമവാദം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയിൽ വലിയ വാദം നടത്തി. ആ വാദത്തിനൊടുവിൽ ഇതിന്റെ അന്തിമവാദം 28, 29 തീയതികളിൽ ആക്കിയെടുത്ത കേന്ദ്ര ഗവൺമെന്റിന്റെയും SFIOയുടെയും പ്രതിനിധികൾ, അവരുടെ അഭിഭാഷകർ, അറ്റോർണി ജനറൽ, അവരാരും ഒക്ടോബർ 28 പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ട മാസക്കടി കേസ് ഡൽഹി ഹൈക്കോടതിയിൽ വാദത്തിന് വന്നപ്പോൾ അവിടെ ഹാജരായിരുന്നില്ല. സുഹൃത്തുക്കളെ, ഹാജരായിരുന്നില്ല. ഇതിനു മുമ്പത്തെ പ്രാവശ്യം വാദം വന്നപ്പോൾ എന്താണ് ഹൈക്കോടതി കാണിക്കുന്നത്? ഇത് പ്രതി കൊടുത്ത കേസല്ലേ, ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയാണോ എന്ന് ശക്തിയുക്തം വാദിച്ച SFIOയും കേന്ദ്ര ഗവൺമെന്റും അറ്റോർണി ജനറലും കോർപ്പറേറ്റ് മന്ത്രാലയവും ഇവരിരുന്ന കസേരകൾ ശൂന്യമായിരുന്നു ഒക്ടോബർ 28 അങ്ങനെ ആ കേസ് എന്ത് ചെയ്തു? 13/1/2026 മാറ്റിവെച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു? അച്ഛൻ മകൾക്ക് വേണ്ടി ചെയ്ത കാര്യം ഫലപ്രാപ്തിയിലെത്തി. മകൾക്ക് സമൻസ് പോകുന്നത് വീണ്ടും 3 മാസം കൂടെ നീട്ടി. അത് കഴിയുമ്പോൾ അടുത്ത എന്തെങ്കിലും കരാറിൽ ഒപ്പിട്ട് അച്ഛൻ അത് നീട്ടിക്കൊടുക്കും. അതിനകത്ത് യാതൊരു സംശയവുമില്ല. എന്തായാലും PM ശ്രീ പദ്ധതിയിൽ ധൃതി പിടിച്ച് എന്ന് അൺഡ്യൂ ഹേസ്റ്റ് കാണിച്ച് പിണറായി വിജയൻ ഒപ്പിട്ടത് മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയായിരുന്നുവെന്ന് ഒക്ടോബർ 28 കാര്യകാരണ സഹിതം സംശയലേശമന്യേ തെളിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അച്ഛൻ മകളെ രക്ഷപ്പെടുത്തിയെങ്കിലും പാർട്ടിയെയും പാർട്ടി അണികളെയും പാർട്ടിയുടെ രാഷ്ട്രീയത്തെയും പാർട്ടിയുടെ പ്രത്യയശാസ്ത്രത്തെയും അച്ഛനായിട്ടുള്ള പിണറായി വിജയൻ എന്ത് ചെയ്തു? ഒറ്റുകൊടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കണം. CPMന്റെ രാഷ്ട്രീയത്തെയും പ്രത്യയശാസ്ത്രത്തെയും ഒറ്റുകൊടുത്തുകൊണ്ടാണ് അച്ഛൻ മകളെ അഴിമതി കേസിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാലും മകൾക്ക് വേണ്ടി വിങ്ങുന്ന ഒരു പിതൃഹൃദയമായിരുന്നു പിണറായി വിജയന്റേത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എല്ലാം മകളെ നിനക്ക് വേണ്ടി എന്ന് ആണ് പിണറായി വിജയൻ ഇതിലൂടെ പറഞ്ഞത്. പിന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി കുടുംബങ്ങളെ ഒന്നും പരിഗണിക്കാതെ രാഷ്ട്രീയത്തിന് ഇറങ്ങിപ്പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർ പിണറായി വിജയനെ ഒരു മാതൃകയാക്കണം എന്നാണ് എനിക്ക് ഈ പറഞ്ഞ ത്യാഗപൂർണമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കമ്മ്യൂണിസ്റ്റുകാരോട് ഈ അവസരത്തിൽ പറയാം.